ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഷവർമയാണ്. ബീഫ് ഷവർമയ്ക്ക് ആദ്യം വേണ്ടത് കുബൂസാണ്. അപ്പോൾ കുബൂസ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഫസ്റ്റ് നമ്മൾ നോക്കണേ. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാമോളം മൈദപ്പൊടിയാണ്. അതിന് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി, കുബൂസ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഈസ്റ്റാണ് വേണ്ടത്. ഈസ്റ്റ് ലഭ്യമല്ലെങ്കിൽ നമുക്ക് സോഡാപ്പൊടി എടുക്കാവുന്നതാണ്. ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇത്രയും സോഡാപ്പൊടി എന്ന് പറയും, അപ്പക്കാരം കുറച്ചെടുക്കാം. ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം, പാലുണ്ടെങ്കിൽ പശുപാലുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് ആറുന്നതിന് തൊട്ട് മുമ്പ് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോടുകൂടി നമ്മളുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ ചേർത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വെള്ളം ചേർത്ത് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുക. പഞ്ചസാരയും സോഡാപ്പൊടിയും ചേർത്ത് മിക്സതും ഒരു 5-10 മിനിറ്റ് കുറയാതെ ഇങ്ങനെ വച്ചേക്കുക. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മാവിൽ ചേർത്ത് നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ അല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് കുഴക്കുന്നത് പോലെ നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് കുഴക്കണേക്കാളും ഒരു ഇച്ചിരി വെള്ളം മുമ്പിൽ വെക്കണം. ഇതുപോലെ ഒട്ടുന്ന രീതിയിൽ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വയ്ക്കുകയാണെങ്കിൽ കയ്യിൽ ശരിക്കും പിടിക്കാതിരിക്കും. ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമുക്കിതിൻ്റെ പുറമെ കുറച്ച് ഓയിൽ വെട്ടി കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ വെട്ടി കൊടുക്കാം. സൺഫ്ലവർ എല്ലാ വശത്തും ചെല്ലാവുന്ന രീതിയിൽ വെട്ടി കൊടുക്കാം കേട്ടോ. അടുത്തത് ഇത് നനഞ്ഞ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ക്ലോത്ത് കൊണ്ട് ഇത് മൂടി വയ്ക്കാം. ഇങ്ങനെ നമുക്കൊരു 2 മണിക്കൂർ കുറയാതെ വയ്ക്കണം. 2 മണിക്കൂർ 2.5 മണിക്കൂറായാലും കുഴപ്പമില്ല. 2 മണിക്കൂറെങ്കിലും മിനിമം വച്ചിരിക്കണം. ഓക്കെ, നമുക്കിനി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇത് അവസ്ഥ നോക്കാം. മാവ് ശരിക്കും പുളിച്ച് കുറച്ചും കൂടി പൊന്തി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ആണെങ്കിൽ ഇതിലും കുറച്ചും കൂടി നല്ല രീതിയിൽ പൊന്തി വന്നേനെ. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. നമുക്കിത് 2ആയിട്ട് കീറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 ബോളായിട്ട് ഉരുട്ടി വയ്ക്കാം, വലിയ 2 ബോളുകളായിട്ട്. ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. നമ്മളിത് പറിച്ചെടുത്തിട്ട് നമുക്കിനി ചുട്ടെടുക്കാം. നല്ല ചൂടായിട്ടുള്ള ചുട്ടെടുക്കാം. ഇവിടെ പൊന്തി വരും നന്നായിട്ട് കേട്ടോ. കുറച്ച് തിരിച്ചിട്ടുകൊണ്ടിരിക്കുക.
നമ്മുടെ കുബൂസ് എല്ലാം തയ്യാറായി. ഇനി അടുത്ത ഘട്ടം നോക്കാം. നമുക്ക് മയണൈസ് ഉണ്ടാക്കണം. ഇങ്ങനെ നോക്കാം. അതിൽ വെളുത്തുള്ളി 2 അല്ലി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം മിക്സിയിലോ ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും ജാർ ഓപ്പൺ ചെയ്ത് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഷവർമയുടെ ഫില്ലിങ്സിന് വേണ്ട സാധനങ്ങൾ പറയാം. ബീഫ് വേവിച്ചത്, ക്യാബേജ് കുത്തിയരിഞ്ഞത്, ഒരു അരമുറി സവോള കുത്തിയരിഞ്ഞത്. ബീഫ് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് പൊടിച്ചെടുക്കുക. അതിലേക്ക് ഒരു അര സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത് ഓയിൽ. അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് ഇളക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് വേണ്ടി വരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ. അതിനുശേഷം നമുക്ക് മറ്റു കൂട്ടിലിട്ട് കൊടുക്കാം. സവോള കൊത്തിയരിഞ്ഞിട്ട് കൊടുത്തു. അതിലേക്ക് ക്യാബേജ് കുത്തിയരിഞ്ഞ് വെച്ചാണ്, വളരെ നൈസായിട്ട് കുത്തിയരിഞ്ഞ് വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ശേഷം വളരെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വിനാഗിരി, ഒരടപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് പകുതി തക്കാളി, ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാൻ റൗണ്ടായിട്ടാണ് അരിഞ്ഞെടുത്തേക്കണേ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ശേഷം നമുക്ക് വേവാൻ വേണ്ടി മൂടി വയ്ക്കാം. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് അത് വെന്തിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ശേഷം വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് എടുക്കാം. മിക്സ് ആവണ വരെ നന്നായിട്ട് ഇളക്കി എടുക്കാം. അടുത്ത് നമുക്ക് കുബൂസിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നമുക്ക് നന്നായ രീതിയിൽ പരന്നു വരുന്ന രീതിയിൽ മയണൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ട്, ഫില്ലിങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റോൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. നമ്മൾ ചെറിയ ഷവർമയാണ്, ചെറിയ കുബൂസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഷവർമയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷവർമ അങ്ങനെ ചൂടോടുകൂടി കഴിച്ചു നോക്കും. നല്ല രുചികരമായിട്ടുള്ള ഷവർമയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.